നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 105 105. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 105. ഇവിടെ പ്രഥമസ്കന്ധത്തിൽ 10-ാം അധ്യായത്തിലെ 12-ാമത്തെ ശ്ലോകം മുതൽക്കാണ് പറയേണ്ടത്. ആ 12-ാമത്തെ ശ്ലോകം എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, തസ്മിൻ നൃസ്തധിയ പാർത്ഥാസഹേരൻ വിരഹം ഗതം ദർശന സ്പർശന ലാഭ ശയനാസന ഭോജനേ. തസ്മിന്യസ്തധിയ പാർത്ഥാ സഹേരൻ വിരഹം ഗതം ദർശന സ്പർശന സല്ലാഭ ശയനാസന ആസന ഭോജനേ. എന്താ അതിനർത്ഥം പറയാം? അവനിൽ ആരിലെ ശ്രീകൃഷ്ണനിൽ ബുദ്ധിയെ ഉറപ്പിച്ചിരിക്കുന്ന കുന്തിപുത്രന്മാർ ദർശനം, സ്പർശനം, സല്ലാപം, ശയനം, ഇരിപ്പ്, ഊണ് ഇവയോടുള്ള വേർപാടിനെ എങ്ങനെ സഹിക്കും? പാണ്ഡവന്മാർക്ക് ഹസ്തിനപുരത്തിൽ ശ്രീകൃഷ്ണൻ വന്നാൽ വന്ന നിമിഷം മുതൽ പോകുന്ന നിമിഷം വരെയല്ല ഒപ്പ എന്ന് പറഞ്ഞാൽ അവിടെ ഭേദഭാവനില്ല. ഊണ് കഴിക്കുക, അത് വളരെ ക്ലിപ്തായിട്ട് പറയുണ്ടായി. എന്തൊക്കെയാണ് പറഞ്ഞത്? ദർശനം, സ്പർശനം, തൊട്ടുരുമി നടക്കുക. അത് കഴിഞ്ഞാൽ സ്പർശനം, സംഭാഷണം, എല്ലാവരും ഒപ്പം ഇരുന്ന് സംസാരിക്കുക. കിടക്കുക, ശയനം, ആസനം, ഇരിക്കുമ്പോഴും എല്ലാവരും ഒപ്പം, ഭോജനം, ആഹാരം കഴിക്കുക. ഇവകളാൽ മനസ്സിനെ പ്രവേശിപ്പിച്ചിരിക്കുന്ന കുന്തിപുത്രന്മാർ ഭഗവാൻ ലയിച്ചിരുന്നു. ആ ഭഗവാന്റെ വേർപാട് നിമിത്തമുള്ള ദുഃഖത്തെ എങ്ങനെ സഹിക്കും? ഇതായിരിക്കണം നമ്മുടെ അവസ്ഥ. ഒരു യജ്ഞവേദിയിൽ പോയാൽ ഭഗവാന്റെ സ്വർഗാരോഹണം വരുമ്പോഴേക്കും കരച്ചിൽ വരും ആൾക്കാർക്ക്. അപ്പോൾ പൂർവ്വ ഋഷികളെ അതിനൊരു പരിഹാരം കാണിച്ചിട്ടുണ്ട്. എപ്പോൾ സ്വർഗാരോഹണം വായിച്ചുവോ ഉടനെ 8 ശ്ലോകങ്ങൾ, ദശമസ്കന്ധത്തിൽ 3-ാം അധ്യായത്തിൽ ആദ്യത്തെ 8 ശ്ലോകങ്ങൾ ഭഗവാന്റെ അവതാരം വായിക്കണം. എന്ന് പറഞ്ഞാൽ അർത്ഥം, ഭഗവാൻ സ്വർഗത്തിലേക്ക് പോയാൽ ഉടനെ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് എന്നർത്ഥം. ഭഗവാൻ എങ്ങോട്ടും പോകില്ല, നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. ഇതൊക്കെ പ്രതീകാത്മകമാണ്. ഇപ്പോൾ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു പറഞ്ഞാൽ അയാളുടെ ഉള്ളിൽ നിന്ന് ചൈതന്യം പോയി എന്നാണല്ലോ അർത്ഥം. അപ്പോൾ ആരാ ദുഃഖിക്കുന്നത്? ചൈതന്യമുള്ളവർ ശരിക്കും നാരായണ നാരായണ എന്ന് ജപിക്കുക വേണ്ടത്. കാരണം എന്താ? നമ്മൾ പറഞ്ഞിട്ടാണോ ചൈതന്യം നമ്മൾക്ക് രൂപം തരുന്നത്? അല്ല, നമ്മുടെ കർമ്മഫല. അപ്പോൾ ഈശ്വരനെ അനുമോദിക്കാൻ പഠിച്ചവർ ഈശ്വരൻ്റെ ഹിതങ്ങളെ 2 കൈയും നീട്ടി സ്വീകരിക്കാന്നല്ലാണ്ട് എതിർത്ത് സംസാരിക്കില്ല. എൻ്റെ ഒരു വിധി, ആ വിധിയെ പഴിച്ചുകൊണ്ടാണ് ആൾക്കാരെ തൽക്കൊല ചെയ്യണത്, സുസൈഡ് ചെയ്യണത്. മുട്ടാളന്മാരെന്ന് വേണം പറയാം. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞു. ഇനി നമുക്ക് 13-ാമത്തെ ശ്ലോകത്തേക്ക് പോവാം. സർവേ തേ അനിമിഷൈരക്ഷൈസ്തമനുധൃത ചേതസാ വീക്ഷന്ത സ്നേഹസംബന്ധ വിജേലുസ്തത്ര തത്ര. സർവേ തേ അനിമിഷേ രക്ഷൈസ്തമനുധൃത ചേതസാ വീക്ഷന്ത സ്നേഹസംബന്ധ വിജേലുസ്തത്ര തത്ര. ഇതിനർത്ഥം പറയുന്നത്,
അവരെല്ലാവരും നിമേഷമില്ലാത്തതായ കണ്ണുകൾ കൊണ്ട്, അതായത് ഇമ വെട്ടാതെ കണ്ടെന്നർത്ഥം, ഇമ വെട്ടാതെ കണ്ടുള്ള കണ്ണുകൾ കൊണ്ട് അവനെ, ശ്രീകൃഷ്ണനെ നോക്കുന്നവരായി, സ്നേഹത്താൽ നന്നായി ബന്ധിക്കപ്പെട്ടവരായി. നമ്മളെ ബന്ധിക്കുന്ന കയറിൻ്റെ പേരാണ്, പരസ്പരം കെട്ടിയിടുന്ന കയറിൻ്റെ പേരാണ് സ്നേഹപാശം അല്ലേ? പക്ഷെ അത് അസത്തുക്കളോടാവരുത്. അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മൾക്ക് തെറ്റ് ചെയ്താൽ നമ്മൾ അയാൾക്ക് സ്നേഹം ഉണ്ടെങ്കിലും സ്നേഹം നമ്മൾ നടിക്കില്ല. തൽക്കാലം ആ കെട്ടൊന്ന് പൊട്ടിപ്പോവും. മാപ്പ് കൊടുത്താലോ ആ കെട്ട് പിന്നെയായി. അതുകൊണ്ടാണ് കണ്ണുകൾ കൊണ്ട് അവനെ നോക്കുന്നവരായി, സ്നേഹത്താൽ നന്നായി ബന്ധിക്കപ്പെട്ടവരായി, അനുസരിച്ച് ഗമിച്ച മനസ്സോടു കൂടിയവരായിട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിനെ നേർവഴിയിൽ നടത്താൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പോണ്ട എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. ഇപ്പോൾ ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും അച്ഛനമ്മയാണെങ്കിലും ശരി, മാറാരോഗം വന്ന് കിടപ്പ് രോഗിയായി നമ്മളെ കൊണ്ട് ചികിത്സിക്കാൻ കാശുമില്ല, മാനസികാവസ്ഥ ഇല്ലാതെ ഉണ്ടായാൽ ആ വ്യക്തി പോകുന്നതിൽ പിന്നെ കരയാൻ പാടുമോ? ഞാൻ പറഞ്ഞ പ്രശ്നമുണ്ടോ? അപ്പോൾ വ്യക്തികളുടെ സംഘം ആനന്ദം തരുന്നതാണെങ്കിലും അവരുടെ ക്യാരക്ടർ അവർക്ക് തന്നെ സ്വബോധം ഇല്ലാതെ ഉണ്ടായാൽ നമുക്ക് അത് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ ഹിതം എന്താണോ അതിനനുസരിച്ച് നടക്കണം. കാരണം ഭഗവാൻ മേലിൽ നമ്മൾ താഴെയല്ലേ. അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറഞ്ഞാലും ആ ചൈതന്യം ഞാൻ തന്നെ ആണെന്ന് അറിയാമെന്നല്ലാണ്ട് ഈ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ലിമിറ്റഡും ഭഗവാൻ അൺലിമിറ്റഡും ആണ്. നമ്മൾക്ക് പരിധിയുണ്ട്, ഭഗവാന് പരിധികളില്ല. പറഞ്ഞ മനസ്സിലെ. അപ്പോൾ പിന്നെ അവിടെ വിചലിച്ചു, ദുഃഖിച്ചു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാം. സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ട അവർ എല്ലാവരും ഭഗവാനെ അനുസരിച്ചു പോകുന്ന മനസ്സോടുകൂടിയവരും, നിമേഷമില്ലാത്ത കണ്ണുകളെ കൊണ്ട്, ഇമ വെട്ടാത്ത കണ്ണുകളെ കൊണ്ട് കൃഷ്ണനെ തന്നെ നോക്കുന്നവരായിട്ട് അവിടെ കൃഷ്ണൻ്റെ സമീപം വിട്ടുപോകാതെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അതാണ് ഈ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ വീട്ടുകാരൊപ്പം വരും കുറച്ച് ദൂരം, പിന്നെ പറയും സ്നേഹം പോയിക്കോളും, ഞാൻ പോയിക്കോളാം. അപ്പോൾ ശരീരമാത്രന്മാരാണവർ. ആരെ? പോകല്ലേ അച്ഛാ പോകല്ലേ എന്ന് പറഞ്ഞത് ശരീരമാത്രന്മാർ. ആധ്യാത്മിക മാത്രന്മാരായാലോ എവിടെ പോയാലും എപ്പോൾ വന്നാലും ഒരു കുഴപ്പമില്ല. പ്രമോഷമുണ്ടോ? അപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഒരു വീട്ടിൽ ഒരു മകൻ കള്ളു കുടിച്ച് ആ സമയത്ത് കയറി സ്ഥിരമായിട്ട് വരാൻ തുടങ്ങിയാൽ എത്ര സ്നേഹമുള്ള അമ്മ അച്ഛനാണെങ്കിലും മുഷ്പ് തോന്നും. നേരെ മറിച്ച് കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് കാശ് സമ്പാദിച്ച് ദുർനയങ്ങളില്ലാണ്ട് കുറച്ച് ലേറ്റായിട്ട് വരുന്ന മക്കളേനെ അച്ഛനമ്മമാരെ കണ്ണിൽ എണ്ണ ഒഴിച്ച് ഉറക്കൊഴിച്ച് കാത്തിരിക്കും. കാരണം എന്താ? എൻ്റെ മകൻ സന്മാർഗത്തിൽ ഉള്ളവനാണ്. അവൻ ലേറ്റായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഉണ്ടായിരിക്കും. അവൻ്റെ അധ്വാനത്തിൻ്റെ മൂല്യം വാങ്ങിയിട്ടേ അവൻ വരുള്ളൂ. അപ്പോൾ ഇവിടെ വരുന്നത് ലേറ്റാണ്, പക്ഷേ അതിൻ്റെ അന്തസത്തേനെ പറ്റി നമുക്ക് ബോധം വന്നാൽ ചിലപ്പോൾ നമ്മൾ ദുഃഖിക്കണു, ചിലപ്പോൾ നമ്മൾ സന്തോഷിക്കണം. ആ അന്തസത്തയാണ് ധാർമ്മിക ഭാഗം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ പറഞ്ഞു, പിന്നെ അവർ ശരീരമാത്രന്മാരാണവർ. ശരീരത്തെ വേണ്ട വിധം ധരിക്കുന്ന മനസ്സ് അവരിലില്ല. ശ്രീകൃഷ്ണ ഭഗവാനെ അനുസരിച്ച് പോയി കാറ്റിൽ അങ്ങുമിങ്ങും ചലിക്കുന്ന തൃണാദി ജഡവസ്തുക്കൾ പോലെ. കാറ്റിൽ ചലിക്കുന്നവർ പുല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കും, വള്ളികൾ, ബ്രാഞ്ചസ്.
പോലെ പ്രാണചലനത്താൽ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരുന്നുവെന്ന് സാരം. അതായത് ആദ്യം അതിൻ്റെ നെഗറ്റിവിറ്റി പറഞ്ഞു, പിന്നെ അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി പറഞ്ഞു. ഇതൊക്കെ വളരെ സാവകാശം കേട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇനി 14-ാമത്തെ ശ്ലോകം. നിര്യുന്ധനുദ്ഗളത് ബാഷ്പമൗത്കണ്ഠ്യാദേവകീ സുത നിര്യാദ്യാകാരന്നോ അഭദ്രം ഇതി സ്യാൽ ബാന്ധവസ്ത്രിയ. എന്താ പറഞ്ഞത്? നിര്യുന്ധ ഉദ്ഗള ബാഷ്പ ഔത്കണ്ഠ്യ ദേവകീസുത. ഈ ദേവകീസുതൻ്റെ പര്യായങ്ങളല്ല, പ്രോനൗൺസ്, അജക്റ്റീവ്സ് എന്നൊക്കെ പറയാം, വിശേഷണങ്ങൾ. നിര്യാത്യാകാരന്നോ അഭദ്രം ഇതി സ്യാൽ ബാന്ധവസ്ത്രിയ. അപ്പോൾ ശ്രീകൃഷ്ണൻ ഗൃഹത്തിൽ നിന്ന് അകാരാത്, ഗൃഹത്തിൽ നിന്ന് നിര്യാതി പുറപ്പെട്ടു പോകുമ്പോൾ അമംഗളം ഭവിക്കരുതെന്ന വിചാരത്താൽ. നോക്കൂ, ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ മകൻ ജോലിക്ക് പോകുമ്പോൾ അമ്മ കരയാൻ പാടില്ല. കാരണം എന്താ? നല്ലൊരു കാര്യത്തിനാണ് പോണത്. അവന് മംഗളം ഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. അതേമാതിരി ഒരു മരണസമയത്ത് ശവം എടുക്കുമ്പോൾ എല്ലാവരും കൂട്ടക്കരച്ചിൽ കാര്യം നാരായണ നാരായണ എന്നാണ് വിളിക്കേണ്ടത്. കാരണം എന്താ? ആ പോകുന്ന ആൾക്ക് ശരീരത്തിൽ നിന്ന് ആത്മാവ് പോയാലും ആ ആത്മാവ് അവിടെ ഇവിടെയും പിടിച്ചു നിൽക്കും. 16 ദിവസം കഴിഞ്ഞാലേ ഇവിടുന്ന് പോവുള്ളൂ. അങ്ങനെ ചില കണക്കുകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവർക്ക് തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് പട്ടനാട്യ കർമ്മങ്ങളും അല്ലെങ്കിൽ 1-ാം ദിവസത്തെ ശ്രാദ്ധം, 2-ാം ദിവസത്തെ ശ്രാദ്ധം ഒക്കെ ചെയ്യും. പണ്ടത്തെ കാലത്ത് ഒരു 50 വർഷം മുമ്പ് വരെ. അതേമാതിരി കല്യാണം കഴിച്ചു പോകുന്ന മകള് പോകുമ്പോൾ അച്ഛനമ്മയും കരയാൻ പാടില്ല. കാരണം എന്താ? പെൺകുട്ടി വധുവിൻ്റെ വരൻ്റെ വീട്ടിലാണ് സുഖമായിട്ടിരിക്കേണ്ടത്. അവിടേക്ക് കരഞ്ഞിട്ടല്ല പോവുക. അപ്പം ഇങ്ങനെ ഒരുപാട് ധാർമ്മിക കാര്യങ്ങൾ പഠിക്കാണ്ട് നമ്മൾ. അപ്പോൾ ബന്ധു സ്ത്രീകൾ വിരഹദുഃഖത്തെ സഹിക്കാൻ വയ്യാത്തതായ ഉത്കണ്ഠ ഹേതുവായിട്ട് വർദ്ധിച്ചൊഴുകുന്ന കണ്ണീരിനെ തടുത്ത് നിർത്തി. അവിടെയാണ് കൈമത്തരം. ഭഗവാൻ പോകുന്നതിൽ അവർക്ക് ഉത്കണ്ഠയുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഭഗവാന് പോകാണ്ടിരിക്കാൻ പറ്റില്ല. ഭഗവാൻ ഒരാളുടെ കാര്യം മാത്രം നോക്കി നടക്കാൻ പറ്റുമോ? പറ്റില്ല. അദ്ദേഹത്തിന് ഭാര്യയും കുട്ടികളൊക്കെ ഇല്ലേ? അദ്ദേഹത്തിന് അച്ഛനും അമ്മയൊക്കെ ഇല്ലേ? അപ്പോൾ ആർക്കാണ് ഈ വിയോഗവും യോഗവും ഒരുപോലെ സ്വീകാര്യമായിരിക്കാൻ സാധിക്കുന്നത്? അവരൊക്കെ രക്ഷപ്പെട്ടു. തടുത്ത് നിർത്താൻ സാധിക്കണം. കണ്ണീരിനെ തടുത്ത് നിർത്താൻ സാധിക്കണം. അതിൻ്റെ ഭാവാർത്ഥം പറയാം. പാഞ്ചാലി, സുഭദ്ര മുതലായ ബന്ധുതയുള്ള സ്ത്രീകൾ ശ്രീകൃഷ്ണൻ ഗൃഹത്തിൽ നിന്ന് പുറപ്പെട്ടു പോകുമ്പോൾ കരയുന്നത് അമംഗളമാണെന്നുള്ള വിചാരം കൊണ്ട് വേർപാട് നിമിത്തമുള്ള അസഹ്യ ദുഃഖത്താൽ കണ്ണുകളിൽ നിറഞ്ഞൊഴുകുവാൻ ഭാവിച്ച കണ്ണീരിനെ ഒതുക്കി നിർത്തി. ഇതാണ് പറഞ്ഞത്. ഇത് ഒരു ശാസ്ത്രീയ ഗ്രന്ഥമാണെന്ന് പറഞ്ഞത്. ഈ ഒരു ശ്ലോകം മാത്രമല്ല, ഇതുപോലെ എല്ലാ ശ്ലോകങ്ങളും ശാസ്ത്രീയമായി അപഗ്രന്ഥിച്ചിട്ടുള്ളതാണ്. അപ്പം ഇത് പഠിച്ചാൽ നമുക്ക് ലാഭമുണ്ട്, പഠിച്ചില്ലെങ്കിലോ അങ്ങേയറ്റത്തെ നഷ്ടമുണ്ട്. ഇതുവരെ കരഞ്ഞതൊക്കെ നരകത്തിലേക്ക് പോകാനുള്ള വഴിയാണ്. ഭർത്താവിന് സുഖമില്ല, ഭർത്താവിനെ ആസ്പത്രിയിലാക്കി. ഭാര്യയ്ക്ക് സുഖമില്ല, ഭാര്യനെ ആസ്പത്രിയിലാക്കി. കരഞ്ഞിട്ട് എന്താ കാര്യം? അടുത്തത് 15-ാമത്തെ ശ്ലോകം. മൃദംഗശങ്കഭേര്യശ്ച വീണാപണവഗോമുഖ ദുന്ദുര്യ ആനഗണ്ഡാദ്യാനേതുർധുന്ദുഭയസമം. മൃദംഗശങ്കഭേര്യശ്ച വീണാപണവഗോമുഖാഃ ദുന്ദുര്യ ആനഗണ്ഡാദ്യാനേതുർധുന്ദുഭയസമം. ചില വാദ്യഘോഷങ്ങൾ ഉണ്ടായി എന്നാണ്. അതേതൊക്കെയാണ്?
മദ്ദളം, ശംഖ്, ചെണ്ട, പണവം, ഗോമുഖം, ഓരോവിധ വാദ്യവിശേഷങ്ങൾ, തകിൽ, മണി, പെരുമ്പറ ഒരേ സമയത്തിൽ പ്രകടമായി. വധിച്ചു വെച്ചാൽ കൊട്ടിയെന്നർത്ഥം, വാദിച്ചു അങ്ങനെയും പറയാം. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെ പറയാം? മൃദംഗം, ശംഖം, ഭേരി, അതായത് ഭേരി എന്ന് പറഞ്ഞാൽ ഈ സന്ധ്യവേല കൊട്ടുന്നതിന് ഭേരി എന്നാണ് പറയാം. കേളിക്കൊക്കെ അങ്ങനെ പറയാം. ഭേരി, വീണ, പണവം, ഗോമുഖം, ദുന്ദുരി, ഇതൊക്കെ ഓരോ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരാണ്. ദുന്ദുകാരി, അത് മഹാത്മ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദുന്ദുകാരി, ഇത് ദുന്ദുരി. ആനകം, ഘണ്ഠ, ദുന്ദുവി മുതലായ വാദ്യങ്ങൾ ഭഗവാന്റെ എഴുന്നള്ളത്തിനെ ആഘോഷിപ്പാൻ വേണ്ടി ഇല്ലേ, ഈ മാർച്ച് പാസ്റ്റൊക്കെ നടക്കുമ്പോൾ മിലിറ്ററി ബാൻഡ് മുമ്പിലുണ്ടാവും. ആനന്ദമാണ്, ആഘോഷമാണ്. അതേമാതിരി വലിയ വലിയ ഫ്യൂണറൽ, രാഷ്ട്രപതി, പ്രധാനമന്ത്രി, അപ്പം എന്തുണ്ടാവും? സങ്കടാവസ്ഥയിലുള്ള ബാൻഡ്. അപ്പം ആനന്ദത്തിനും ബാൻഡ് വാദ്യമുണ്ട്, സങ്കടത്തിനും പിന്നെ വാദ്യമുണ്ട്. ഇപ്പം ക്ഷേത്രങ്ങളിൽ പള്ളിവേട്ടയ്ക്ക് പോകുമ്പോൾ ഒറ്റച്ചണ്ട മെല്ലെ ശബ്ദമില്ലാണ്ട്. കാരണം എന്താ? കാടളകാൻ പാടില്ല. വരുമ്പോഴോ ഭയങ്കര മേളം, ഉത്സാഹത്തിറുമുപ്പില്ല. അപ്പം ഈ അതാത് ദേശത്തെ ദേവത പള്ളിവേട്ടയ്ക്ക് പോകുമ്പോൾ ആരും ചാടില്ല, വരുമ്പോൾ ചാടും ഉത്സാഹം കൊണ്ട്. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും പറയണം, അറിയാൻ വേണ്ടി പറയണം. അപ്പോൾ അപ്പോൾ ആഘോഷിപ്പാനും ഭക്തിയെ പ്രദർശിപ്പാനുമായിട്ട് ഒരേ സമയത്ത് മുഴങ്ങിയതാണ്. എന്താ ഭക്തിയെ പരിപോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പ്രദർശിപ്പിക്കുക. മേളം, ഇപ്പം ഭഗവാനെ എഴുന്നള്ളുമ്പോൾ ആദ്യം നാദസ്വരം, അത് കഴിഞ്ഞാൽ മേളം, പിന്നെ പഞ്ചവാദ്യം അല്ലേ, പിന്നെ നാമഘോഷം. അപ്പോൾ എല്ലാറ്റിനും അതിൻ്റേതായിട്ടുള്ള വൈദഗ്ധ്യങ്ങളുണ്ട്. ഇനി 16-ാമത്തെ ശ്ലോകം. പ്രാസാദ് ശിഖരാരൂഢ കുരുനാര്യോ ദിദൃക്ഷയ വവൃഷു കുസുമേ കൃഷ്ണേ പ്രേമവ്രീഡാസ്മിതേക്ഷണ. പ്രസാദ ശിഖരാരൂഢ, പ്രസാദം എന്ന് പറഞ്ഞാൽ അവിടെ പ്രസാദമല്ല, പ്രാസാദം എന്നാ. അരമനകളുടെ മട്ടുപ്പാവിൽ ബാൽക്കണിയിൽ നിന്നിട്ട് ഭഗവാന്റെ പിന്നെ എന്താണെന്നാ പറയുക, യാത്ര കണ്ട് ആസ്വദിച്ചു എന്നാണ് അർത്ഥം വരിക. പ്രാസാദ് ശിഖരാരൂഢ ഗുരുനാര്യോത് ദൃക്ഷയാ വിവൃഷു കുസുമേ കൃഷ്ണേ പ്രേമവ്രീഡാസ്മിതേക്ഷണ. ശ്ലോകം. അപ്പോൾ കാണാനുള്ള താല്പര്യത്താൽ, ഭഗവാനെ കാണാനുള്ള താല്പര്യത്താൽ മാളിക മുകളിൽ കയറിയ കുരുസ്ത്രീകൾ സ്നേഹം, ലജ്ജ ഇവയോടും മന്ദഹാസത്തോടു കൂടിയ നോട്ടത്തോടും കൂടിയവരായിട്ട്. ഉള്ളിലെ സന്താപമുണ്ട്, അത് വേറെ കാര്യം. ഭഗവാനെ കാണാമെന്നുള്ള പ്രക്രിയയിൽ ആനന്ദമുണ്ട്. അതുകൊണ്ടാണ് പ്രേമവ്രീഡാസ്മിതേക്ഷണ, സ്നേഹം, ലജ്ജ ഇവയോട് മന്ദഹാസത്തോടു കൂടിയ നോട്ടത്തോടും കൂടിയവരായിട്ട് പുഷ്പങ്ങൾ കൊണ്ട് കൃഷ്ണനിൽ വർഷിച്ചു. മഴയല്ല വർഷിച്ചത്, പുഷ്പവൃഷ്ടിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം അതിന് വാക്കാർത്ഥം പറയുമ്പോൾ കാണാനുള്ള താല്പര്യത്താൽ, കൃഷ്ണൻ്റെ പ്രൊസഷൻ കാണാനുള്ള താല്പര്യത്താൽ, അതെ. അപ്പോൾ അത് ഞാൻ പിന്നെയും ഈ വാക്കാർത്ഥത്തിലേക്കാണ് പോയത്. ഇനി ഞാൻ ഭാവാർത്ഥം പറയാം. കുരുസ്ത്രീകൾ കൃഷ്ണനെ കാണാനുള്ള ആഗ്രഹത്താൽ അവരവരുടെ മാളിക മുകളിൽ കയറി സ്നേഹത്തോടും ലജ്ജയോടും പുഞ്ചിരിയോടും കൂടിയ നോട്ടങ്ങളോടും കൂടെ കൃഷ്ണനു മീതെ പൂമഴ പൊഴിച്ചു.
അതാണ് കൃഷ്ണം എന്ന പാഠഭേദം. അപ്പോൾ കൃഷ്ണം ദിദക്ഷയ എന്നും അന്വയിക്കാം എന്നൊക്കെ പറഞ്ഞ് തീർത്തുമാണ്. ഇനി 17-ാമത്തെ ശ്ലോകം സിതാതപത്രം ജഗ്രാഹ മുക്താദാമവിഭൂഷിതം രത്നദണ്ഡം ഗുഡാകേശ പ്രിയ പ്രിയതമസ്യ. ഓരോ വാക്കുകളുടെ അർത്ഥം സിതാതപത്രം ജഗ്രാഹ മുക്തദാമവിഭൂഷിതം രത്നദണ്ഡം ഗുഡാകേശ പ്രിയ പ്രിയതമസ്യ. അവിടെ മുത്തുമാലകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടതും രത്നം കൊണ്ടുള്ള കാലോട് കൂടിയതുമായ വെളുത്ത പട്ടുകൊണ്ടുള്ള കുട സിതാതപത്രം. ഇഷ്ടനായ അർജുനൻ പ്രിയ ഗുഡാകേശ. ഇഷ്ടനായ അർജുനൻ ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാന് പിടിച്ചു, അതായത് പട്ടുകുട പിടിച്ചു. അർജുനൻ്റെ ഭാഗ്യം അല്ലേ, ഭഗവാന് കുട പിടിക്കാന്ന് പറഞ്ഞാൽ. പ്രിയനായ അർജുനൻ, പ്രിയതമനായ കൃഷ്ണൻ, പ്രാസമ. പ്രിയനായ കൃഷ്ണൻ പ്രിയതമനായ കൃഷ്ണന്, അവിടെ പ്രിയതമൻ എന്ന് പറഞ്ഞാൽ ഭർത്താവെന്ന് അർത്ഥേ. അപ്പം എൻ്റെ കൃഷ്ണൻ എനിക്ക് ഭർത്താവാണെന്ന് പറഞ്ഞാൽ കൃഷ്ണനാൽ ഭരിക്കപ്പെടുന്നവനാണ് ഞാൻ എന്നർത്ഥം പറയാം. ഇതൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ ഭാര്യാഭർത്തൃ ബന്ധം, ഭർത്താവ് എന്ന് പറയുമ്പോൾ ഭാര്യയെ പരിരക്ഷിക്കുന്നവൻ എന്നർത്ഥം വരും. അപ്പോൾ പ്രിയനായ അർജുനൻ പ്രിയതമനായ കൃഷ്ണന് മുത്തുമാലകൾ കെട്ടി അലങ്കരിച്ചതും രത്നദണ്ഡമുള്ളതുമായ വെൺകൊറ്റക്കുടയെ പിടിച്ചു. അർജുനൻ ഭാഗ്യവാൻ തന്നെ. സർവസന്താപങ്ങളും നശിക്കുമ്പോൾ ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഉപചാരം എന്തിരിക്കുന്നു. ഭഗവാന് തണലേകത്തക്ക വിധത്തിൽ കുട പിടിക്കാന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ നമ്മളൊക്കെ അച്ഛൻ്റെ അമ്മയുടെ പോകുമ്പോൾ ഒരു കുട കയ്യിൽ വയ്ക്കണം. വെയിലുണ്ടെങ്കിൽ അമ്മ വെയിൽ കൊള്ളരുത്, അച്ഛൻ വെയിൽ കൊള്ളരുത് എന്നുള്ള ഒരു താല്പര്യം മനസ്സിലുണ്ടാവണം. അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം. അപ്പോഴാണ് നമ്മൾ വയസ്സുകാലത്ത് എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ നമ്മളെ മക്കൾ അടുത്തുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കുട പിടിച്ച് നമുക്ക് ഷാഡോ തരും. ഇല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇനി അടുത്തത് 18-ാമത്തെ ശ്ലോകമാണ്. ഉദ്ധവ സാത്വികിശ്ചൈവ വ്യജനേ പരമാത്ഭുതേ വികീര്യമാണകുസുമേ രേജേ മധുപതി പധി. ഉദ്ധവ സാത്വികിശ്ചൈവ വ്യജനേ പരമാത്ഭുതേ വികീര്യമാണകുസുമേ രേജേ മധുപതി പധി. അപ്പോൾ ഉദ്ധവനും സാത്വികയും പരമാത്ഭുതേ അത്യത്ഭുതങ്ങളായ വെഞ്ചാമരങ്ങളെയും പുഷ്പങ്ങൾ കൊണ്ട് വർഷിക്കപ്പെടുന്ന ശ്രീകൃഷ്ണൻ മാർഗത്തിൽ ശോഭിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പഞ്ചാമരം വീശുന്നത്, ആലവട്ടം വീശുന്നതാണ് ഭഗവാന്റെ സതീർത്ഥ്യന്മാർ. അവതാണ് ഉദ്ധവനും സാത്വികയും അത്യാശ്ചര്യങ്ങളായ ചാമരങ്ങൾ എടുപ്പിച്ച വിഷി. മധുരാജങ്ങളുടെ അധിപതിയായ കൃഷ്ണൻ, മധുരാജങ്ങളുടെ അധിപതിയായ കൃഷ്ണൻ വഴിയിൽ, അതായത് നാട്ടിലുള്ളവരുടെ പുഷ്പവർഷങ്ങൾ കൊണ്ട് ശോഭിച്ചു, പുഷ്പവർഷങ്ങളെ കൊണ്ട് ശോഭിച്ചു എന്ന് പറഞ്ഞു. ഇനി 19-ാമത്തെ ശ്ലോകം പറയണു. അശ്രുയാന്തശിഷസത്യാസ്തത്ര തത്ര ദ്വിജേരിതാ ന അനുരൂപാനുരൂപശ്ച നിർഗുണസ്യ ഗുണാത്മനാം. അശ്രൂയാന്താശിഷസത്യാസ്തത്ര ദ്വിജേരിതാം ന അനുരൂപാനുരൂപശ്ച നിർഗുണസ്യ ഗുണാത്മന. അവിടെ ഗുണസംബന്ധമില്ലാത്തവൻ ആരെ? കൃഷ്ണൻ. നിർഗുണസ്യ, ഈ നിർഗുണനാണ് എന്ന് പറഞ്ഞാൽ ഗുണമില്ലാത്തവനല്ല, നിർഗുണനാണ്, ഗുണാതീതനാണ്. പറഞ്ഞോ, അത് ഗുണസംബന്ധമില്ലാത്തവനാണ്. അപ്പോൾ ഗുണസ്വരൂപനുമായിരിക്കുന്ന പരമാത്മാവിന്
അവതാരം വരുമ്പോൾ ഗുണാത്മന ഗുണസ്വരൂപം ഉണ്ട്, ഇല്ലെങ്കിലോ നിർഗുണസ്യ. ആത്മന പരമാത്മാവിന് അനുരൂപങ്ങളല്ലാത്തവയും ന അനുരൂപന്ന വാക്കേ. അപ്പം ന അനുരൂപ എന്ന് അനുരൂപങ്ങളല്ലാത്തവനും അനുരൂപങ്ങളായിരിക്കുന്നവനും സഫലങ്ങളായിരിക്കുന്നവനുമായ ബ്രാഹ്മണരാൽ പറയപ്പെട്ട ആശിസ്സുകൾ തത്ര എന്ന് പറഞ്ഞാൽ അവിടെ കേൾക്കപ്പെട്ടു എന്നാ. ഭഗവാന് ജയം വരട്ടെ, ഭഗവാൻ വിജയിക്കട്ടെ, ഇങ്ങനെ ഉള്ള ഇംഗുലാബ് സിന്ദാബാദ് എന്നൊക്കെ പറഞ്ഞ മാതിരി പിന്നെ വാക്കുകൾ, മംഗളകരമായ വാക്കുകളൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം എന്താ? അവിടെയുള്ള ബ്രാഹ്മണർ, അതായത് കൂട്ടം കൂട്ടമായിട്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, ചെയ്തവയും യഥാർത്ഥങ്ങളും ഗുണങ്ങളെയെല്ലാം അതിക്രമിച്ച പരമാനന്ദ സ്വരൂപനായിരിക്കുന്ന കൃഷ്ണൻ. വളരെ ശ്രദ്ധിക്കണം. കൃഷ്ണൻ ആരാ? യഥാർത്ഥങ്ങൾ ഉള്ളതാണ്, ഗുണങ്ങളെയെല്ലാം അതിക്രമിച്ചവനാണ്, ഗുണാതീതനാണ്, പരമാനന്ദ സ്വരൂപനാണ്. ഇതൊന്നും അറിയാണ്ട് കൃഷ്ണ കൃഷ്ണ വിളിച്ചാൽ കൃഷ്ണൻ്റെ ഭാവം എന്താ? നമുക്കുള്ള ഭാവമല്ലേ കൃഷ്ണൻ്റെ ഭാവം. അതുകൊണ്ട് നമ്മൾ ഈ നടയിൽ പോയിട്ട് ദുഃഖിച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ നമുക്ക് കിട്ടുന്നത് ദുഃഖം തന്നെ. അതുകൊണ്ടാണ് കൃഷ്ണന് അനുരൂപങ്ങളല്ലാത്തവയും ഗുണങ്ങളെ പ്രകാശിപ്പിച്ച് മനുഷ്യാവതാരത്തെ എടുത്തിരിക്കുന്ന സ്ഥിതിക്ക് അനുരൂപങ്ങളുമായ സുഖീഭവ നമുക്ക് ആശിസ് കൊടുക്കുക എങ്ങനെയാ? സുഖീഭവ എന്നിങ്ങനെയുള്ള ആശീർവചനങ്ങൾ അവിടെ കേൾക്കപ്പെട്ടിരുന്നു. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.